സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് തീരുമാനിച്ച ജി സുധാകരന് UDF പിന്തുണ നൽകിയാൽ എന്ത് സംഭവിക്കും? അമ്പലപ്പുഴയുടെ പരമ്പരാഗത ഇടത് സ്വഭാവത്തെ മാറ്റിമറിക്കാൻ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കെൽപ്പുണ്ടോ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ കണക്കുകൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൂചന തരുന്നുവോ എന്നതും കൂടി നമുക്ക് നോക്കാം. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പരിസരത്തെ തിരുത്തിയെഴുതിയ പുന്നപ്ര രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണാണ് അമ്പലപ്പുഴ. പുന്നപ്ര വയലാർ രക്തസാക്ഷി കുടീരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന നാട്. 1965 രൂപപ്പെട്ടതിനു ശേഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനായിരുന്നെങ്കിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് ഒരു തവണ പോലും സഭ സമ്മേളിക്കാതെ പിരിച്ചുവിട്ടു. 67 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ VS അച്യുതാനന്ദൻ ആലപ്പുഴയുടെ ആദ്യ ഔദ്യോഗിക MLA ആയി. PK ചന്ദ്രാനന്ദനും CK സദാശിവനും സുശീല ഗോപാലിനും പ്രതിനിധീകരിച്ച മണ്ഡലം. ഇടയ്ക്ക് 2 വട്ടം കോൺഗ്രസിന്റെ V ദിനകരനും D സുഗതനും ജയിച്ചതൊഴിച്ചാൽ എക്കാലവും ഇടതുപക്ഷത്തിന്റെ നെടുങ്കോട്ടയാണ് അമ്പലപ്പുഴ. 2006, 2011, 2016 വർഷങ്ങളിൽ G സുധാകരൻ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഓരോ തവണയും ഭൂരിപക്ഷമുയർത്തി. അമ്പലപ്പുഴയിലെ 3-ാം അംഗത്തിൽ 2016 22,621 വോട്ടായിരുന്നു G സുധാകരന്റെ ഭൂരിപക്ഷം. ടേം വ്യവസ്ഥയെ തുടർന്ന് സുധാകരൻ ഒഴിവായ 2021 H സലാമും M ലിജുവും തമ്മിലായിരുന്നു മുഖ്യ മത്സരം. BJPക്ക് വേണ്ടി അനൂപ് ആന്റണി 22,000-ലേറെ വോട്ട് പിടിച്ച തെരഞ്ഞെടുപ്പിൽ H സലാമിന്റെ ഭൂരിപക്ഷം 11,125 കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ചിത്രം നേരെ തിരിഞ്ഞു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട അമ്പലപ്പുഴയിൽ KC വേണുഗോപാൽ CPIM-ന്റെ MM ആരിഫിനുമേൽ 14,555 വോട്ടിന്റെ ഭൂരിപക്ഷം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നേടി. അത് ദേശീയ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷ സാഹചര്യമെന്ന് കരുതാം. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. ആലപ്പുഴ നഗരസഭയുടെ ചില വാർഡുകളും അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം. എല്ലായിടത്തെയും വോട്ട് കൂട്ടിനോക്കുമ്പോൾ ഇടതിന്റെ മേൽക്കൈ 4,682 മെലിഞ്ഞു. നിലവിൽ 3 പഞ്ചായത്തുകൾ LDF-നും 2 UDF-നുമൊപ്പമാണ്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഇടതിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ ചിത്രത്തിലേക്കാണ് ആലപ്പുഴയിലെ നിലവിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്നത്. കഴിഞ്ഞ 3 വർഷമെങ്കിലുമായി പാർട്ടി സംഘടനാ ശരീരവുമായി തീർത്തും അകൽച്ചയിലാണെങ്കിലും പാർട്ടി അണികൾക്കും ബഹുജനങ്ങൾക്കുമിടയിൽ G സുധാകരന്റെ പ്രഭാവം തള്ളാവുന്നതല്ല. UDF സ്ഥാനാർത്ഥിയെ നിർത്താതെയുമിരുന്നാൽ അമ്പലപ്പുഴ പ്രവചനാതീതമാകും. H സലാം തന്നെയാണ് ഇടത് സ്ഥാനാർത്ഥിയെങ്കിൽ മുഖ്യ മത്സരം നിലവിൽ പരസ്പരം ഇടഞ്ഞുകോർത്തു നിൽക്കുന്ന രാഷ്ട്രീയ ഗുരുവും ശിഷ്യനും തമ്മിലാകും. M ലിജു ഉന്നമിട്ടിരുന്ന അമ്പലപ്പുഴ തന്റേതല്ലാത്ത കാരണത്താൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് അന്യമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.